Hi guys, welcome to my channel Pretadot. So guys, let's see how to open new document in Illustrator. അതിനായിട്ട് നമ്മുടെ ലാപ്പിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആയി വരും കേട്ടോ. ആൻഡ് ദെൻ മാക്സിമൈസ് ദ ടാബ്. നിങ്ങൾക്ക് ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളറിലുള്ളൊരു ഐക്കൺ കാണുന്നുണ്ടോ? അതല്ലാതെ മുകളിൽ കാണുന്ന ഫയലിൽ പോയിട്ട് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ഡോക്യുമെൻറ്റിനുള്ള പേജ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഈ ഒരു പേജിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത പേജസിൻ്റെ ആണ്. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് റൈറ്റ് സൈഡിലാണ്. അവിടെ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ അങ്ങനെ കുറേ യൂണിറ്റ്സ് തന്നിട്ടുണ്ടാവും. അതിൽ ഞാൻ ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് സെൻറ്റിമീറ്റർ ആണ്. അത് എത്രയാണെന്നുള്ളത് അതിൻ്റെ തൊട്ടിടത്ത് തന്നെ കൊടുക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ ചൂസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. നമ്മൾ യൂസ് ചെയ്യുന്ന പേജിൽ ബോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര വേണമെന്നും വിഡ്ത്ത് എത്ര വേണമെന്നും അതേപോലെ കളർ മോഡ് RGB ആണോ CMYK ആണോ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പ്രിൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ മോഡ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം RGB തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ പ്രിൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഏത് റെസൊല്യൂഷനിലാണോ നമുക്ക് വ്യൂ ചെയ്യേണ്ടത് ആ റെസൊല്യൂഷൻ ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സെയിം പേജിൽ തന്നെ ഏറ്റവും താഴെ മോർ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ഈ ഡോക്യുമെൻറ്റിന് പേര് കൊടുക്കാൻ പറ്റും. പിന്നെ എത്ര ആർട്ട് ബോർഡ്സ് വേണമെന്നുള്ളതും ചൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു പേജ് ഉണ്ടല്ലോ അതിനെയാണ് ആർട്ട് ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമുക്ക് അഡീഷണൽ സൈസസ് ലൈക്ക് A3, A4 അങ്ങനെയുള്ള സൈസസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സിൽ എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ ഗൈസ്.